കാരണം എന്താ, ഇവിടെ താഴെ ആൾക്കാർ താമസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് കയറി നോക്കിയേ, നിങ്ങൾ കയറി നോക്കി മനസ്സിലാവും. ഈ തകർന്ന് വീണ കെട്ടിടത്തിന് താഴെ വാർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ജനങ്ങളെ വീണ്ടും വെല്ലുവിളിക്കല്ലേ, ഇവിടുത്തെ മാധ്യമങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമല്ലേ, കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമല്ലേ? ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അത് ഒഴിഞ്ഞ കെട്ടിടമെന്ന് പറയുവാൻ, അത് ഒഴിഞ്ഞു മാറുവാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ മനസ്സിലാക്കുന്ന HMC പോലും കൂടുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിങ്ങനെ വിടാൻ സാധിക്കത്തില്ല. ഇത് ശക്തമായ പ്രക്ഷോഭം മെനഞ്ഞാന്ന് ഇവിടെ നടന്നു. ഇതിലും ശക്തമായ പ്രക്ഷോഭം നടക്കാൻ പോകും. അത് മാത്രം പ്രക്ഷോഭം മാത്രമേ വഴിയുള്ളെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറഞ്ഞ് കള്ളം പറയുന്നു. ഈ കള്ളം പറയുന്ന ആരെ വഞ്ചിക്കാൻ? സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ തൊട്ട് നിങ്ങൾ തന്നെ പോയി നോക്കൂ, എത്ര പേര് അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരെ ഒഴിപ്പിച്ചു ഈ സംഭവം നടന്നപ്പോൾ. അതൊരു വാർഡായിട്ട് പ്രവർത്തിക്കുക. ആ വാർഡ് താഴെയുണ്ട്, അങ്ങോട്ടാ വീടെങ്കിലും. മാത്രമല്ല ഇവിടെ ഒരു കൃത്യമായ അന്വേഷണം, ഇവിടെ ഈ സാധനങ്ങൾ നീക്കം ചെയ്യുവാൻ ഇനിയും വൈകാൻ പാടില്ല. ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അതിന് ഒരു താമസം ഇനി ഉണ്ടാകാൻ പാടില്ല. രക്ഷാപ്രവർത്തനത്തിന്